യെസ്, 4:45 ഇനി 1.25 മണിക്കൂറേ ഉള്ളൂ. നമുക്ക് പാലക്കാട് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അവിടെ ഗോകുലുണ്ട്. ഗോകുൽ, വളരെ വാശിയേറിയ മത്സരം തുടങ്ങി ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് നോട്ടിന് വോട്ട് വരെ ഉണ്ടായ സ്ഥലമാണ് പാലക്കാട്. ജനങ്ങൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയോട് പ്രതികരിക്കുന്നത്? ബൂത്തുകളിൽ എന്താണ് അവസ്ഥ? മുഴുവൻ മണ്ഡലങ്ങളിലും ഇന്ന് രാവിലെ നല്ല തിരക്കാണ് പാലക്കാട് അനുഭവപ്പെട്ടത്. പക്ഷേ ഇപ്പോഴാകുമ്പോഴേക്കും ബൂത്തിലേക്ക് തിരക്ക് കുറയുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെണ്ണക്കരയിലുള്ള ബൂത്താണ്. സാധാരണ ഇവിടെയൊക്കെ നല്ല തിരക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇക്കുറി കുറവാണ്. കാരണം ബൂത്തുകളുടെ എണ്ണം തവണ കൂടുതലാണ്. 219 ബൂത്തുകൾ പാലക്കാട് മണ്ഡലത്തിലാകെ ഉണ്ട്. വലിയ കൂടുതൽ തന്നെയാണ്, അതായത് ഈ മണ്ഡലത്തിലാകെ ഉള്ളത്. അതുകൊണ്ട് ഈ കൂടുതൽ തിരക്ക് അല്പം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. മൊത്തത്തിൽ പാലക്കാട് ജില്ലയിൽ 64% പോളിംഗ് എത്തുകയാണ്. പാലക്കാട് മണ്ഡലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉയർന്ന പോളിംഗ് വരുന്ന മലമ്പുഴ മണ്ഡലത്തിലാണ്, 67%. പാലക്കാട് അതോടൊപ്പം തന്നെ പാലക്കാട് നഗരമണ്ഡലത്തിൽ 66% പോളിംഗും രേഖപ്പെടുത്തുന്നു. അതായത് നല്ല പോളിംഗ് തന്നെ പാലക്കാട് രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ തിരക്ക് കുറവാണ് എന്ന് തന്നെ പറയാം. ഏതാനും കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പോൾ വോട്ട് ചെയ്യാനായി എത്തുന്നുള്ളൂ. കാരണം രാവിലെയൊക്കെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ബൂത്തുകളുടെ എണ്ണം കൂടിയതോടുകൂടി തന്നെ ഇപ്പോൾ കാര്യമായ തിരക്ക് ഓരോ ബൂത്തുകളിലും അനുഭവപ്പെടാതിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചേച്ചി, വോട്ട് ചെയ്തോ? എവിടെയാണ് സ്ഥലം? തിരക്ക് കുറവാണല്ലോ, അതൊരു ആശ്വാസമാണല്ലോ. അതെ അതെ, ഉച്ചയ്ക്ക് വെയിൽ താഴ്ന്നിട്ട് എവിടെ സ്ഥലം എവിടെയാ? തിരുനെല്ലി പാളയം. പലരും ഇപ്പോൾ ഈ ഒരു കാര്യം കൂടി പങ്കുവയ്ക്കുന്നു. കാരണം തിരക്ക് കുറഞ്ഞത് പലർക്കും ഒരു ആശ്വാസം എന്നുള്ള നിലയിലാണ്. കാരണം ഇവിടെയൊക്കെ നല്ല തിരക്ക് കഴിഞ്ഞ തവണയൊക്കെ തന്നെ അനുഭവപ്പെട്ടതാണ്. ഇത്തവണ ബൂത്തുകളുടെ എണ്ണം കൂടിയതോടുകൂടി തന്നെ അതിനൊരു ആശ്വാസം വന്നിരിക്കുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. നിരവധി പേരിപ്പോൾ ഇങ്ങനെ വോട്ട് ചെയ്യാനായി എത്തുന്നുണ്ട്. ഇത് ഏകദേശം പോളിംഗ് കഴിയാറാകുന്ന ഒരു സമയമാകുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പോളിംഗ് അവസാനിക്കാൻ. ഇപ്പോഴും ഏതാനും ചില ആളുകൾ ഇവിടേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. 4:47. ഇത് ജനങ്ങളുടെ ഉത്സവമാണ്, ജനോത്സവമാണ്. ആ ജനോത്സവത്തിൽ പങ്കാളിയാവാൻ ബാക്കിയുള്ളവർ കൂടി പങ്കാളിയാവൂ. പോളിംഗ് ശതമാനം നമുക്കിനി അപ്ഡേറ്റ് കിട്ടേണ്ടതുണ്ട്. പോളിംഗ് ശതമാനം എന്തായാലും ഇപ്പോൾ 70 അടുത്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ടാബ്ലേറ്റ് ചെയ്ത കണക്ക് എന്ന് പറയുന്നത് 3 മണി വരെയുള്ള കണക്ക് മാത്രമാണ്. ഇനി ഏതാണ്ട് 1.5 മണിക്കൂർ സമയത്തിൻ്റെ കണക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ആ കണക്കിലേക്ക് നമുക്ക് എന്തായാലും പോവേണ്ടതുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ തന്നെ ആ കണക്ക് പൂർണ്ണമായും വരും.